വെറും 10 മിനിറ്റ് കൊണ്ട് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. അതിലേക്ക് 1 കപ്പ് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒരു അരിപ്പയിൽ കൂടെ അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം ഒഴിക്കുന്നത് പശുപാലാണ്. പശുപാലിന് പകരം തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്നത് ശർക്കരയാണ്. ഒരു ചെറിയ ഉണ്ട ശർക്കരയാട്ടോ എടുക്കുന്നത്. അത് നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പും 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല ശർക്കരയാണ് കേട്ടോ. കല്ലും മണ്ണും ഒക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുക്കി അരിച്ച് ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് തീ കത്തിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല പെട്ടെന്ന് തിക്കായി വരും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ടൈറ്റായിട്ട് വരും. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ വേണമെങ്കിൽ ഒരു 2 നുള്ള് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. ഗോതമ്പിൻ്റെയും ശർക്കരയുടെയും പാലിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. അതുകൊണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ബബിൾസ് എല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഇത് മതി. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നാൽ മതി. നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ചെല്ലാം ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു ചെറിയൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തന്നെ ആ പൊടിച്ച ശർക്കരയില്ലേ അതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ നേരത്തെ എടുത്ത ഉണ്ടയിൽ കുറച്ച് ബാക്കി വെച്ചിരുന്നതാണ്. ഇനി അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്കിതിന് നേരെ ആ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. 2 ലെയറായിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, നല്ല 2 ലെയറായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട് ചേർത്തിട്ടുണ്ട്. കുറച്ച് പിസ്താഷ്യം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കാണാനൊരു ഭംഗിയല്ലേ. ഒന്നും ചേർക്കണമെന്നില്ല, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഇട്ടിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാം. ഇനി തണുപ്പിക്കാതെയും കഴിക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാനിതിപ്പം കട്ട് ചെയ്യാൻ പോവാണ്. അതിപ്പം ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, വെക്കാതെ തന്നെ കട്ട് ചെയ്യാണ്. അതുകൊണ്ട് 2 ലെയറായിട്ടിരിക്കുന്ന നമ്മുടെ നാടൻ പുഡിങ്, ഹെൽത്തി ആയിട്ടുള്ള പുഡിങ്ങാണ്. ചിക്കു ചെറുതായിരിക്കുന്ന സമയത്ത് പുഡിങ് വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പുഡിങ് ആയിരുന്നത്. പെട്ടെന്ന് കഴിയുകയും ചെയ്യും, ഹെൽത്തിയുമാണ്, വയറും നിറയും. കുറച്ചുകൂടെ മധുരം കുറച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം. പെട്ടെന്ന് കഴിയുന്ന ഒരു പരിപാടിയല്ലേ. ഈ 2 ലെയറും നോക്കണ്ട, ആ ബേസ് ലെയർ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ ഇത് പുഡിങ് അല്ലേ, ഇപ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ വേണ്ടേ. അപ്പോൾ ആ ഒരു തരത്തിൽ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിത് പതുക്കെ കൈ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അങ്ങ് തിരിച്ചിടുമ്പോഴത്തേക്കും അതങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് ഇളകി ഇങ്ങ് വന്നോടും. പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ മുകളിലത്തെ ആ ഒരു ലെയർ ഗ്ലാസിൻ്റെ ലെയർ പോലെ ഇരിക്കുന്നുണ്ട്. ഇതിൽ നല്ല ജിഗ്ലി ആയിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. എന്നൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം അടുത്ത് മുറിച്ച് വെച്ചിരുന്നാലും ഒന്ന് തട്ടിക്കൊടുക്കണമെന്ന് തോന്നും. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. വായിലിട്ടാൽ മതി, അലിഞ്ഞങ്ങ് പോകുന്നുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. നെയ്യിൻ്റെയൊക്കെ ചെറിയൊരു ഫ്ലേവറേ വരുന്നുള്ളൂ. കൂടുതൽ നെയ്യിടാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് തന്നെ ധാരാളം. നല്ല ടേസ്റ്റ് ഉണ്ട്. മുകളിലത്തെ ലെയറും നല്ല ടേസ്റ്റിയാണ്, താഴത്തെ ലെയറും അടിപൊളി. ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു പുഡിംഗ് ആണെന്ന് പറയില്ല. കാണാനും നല്ല ലുക്കില്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.